നമസ്കാരം. ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. നമ്മൾ സ്ഥിരമായി പറയുന്നൊരു ഡയലോഗുണ്ട്, CBI വരണം എന്നാലേ വലുത് നടക്കൂവെന്ന്. CBI എന്ന കേന്ദ്ര അന്വേഷണ ഏജൻസിയിലെ വലിയ വിശ്വാസത്തിൻ്റെ പ്രതിഫലനമാണ് ഈ വാക്കുകൾ. രഞ്ജിനി എന്ന യുവതിയെയും 17 ദിവസം മാത്രം പ്രായമുണ്ടായിരുന്ന ഇരട്ടകളായ 2 പിഞ്ചു കുഞ്ഞുങ്ങളെയും നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ പ്രതികളെ 19 വർഷത്തിനു ശേഷം CBI അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അഞ്ചലിലുള്ള ദിവിൽ കുമാറിനെയും കണ്ണൂരുള്ള രാജേഷിനെയുമാണ് ചെന്നൈ CBI സംഘം പിടികൂടിയത്. അതിവിദഗ്ധമായ കൊലപാതകവും അതിനേക്കാൾ ബുദ്ധിപൂർവമായ ഒളിവ് ജീവിതവുമായിരുന്നു ഇവരുടേത്. ഒരു പെൺകുട്ടിയെ ചതിച്ച് ഗർഭിണിയാക്കി പ്രസവശേഷം ഈ പെൺകുട്ടിയെയും തന്നെ പിഞ്ചു മക്കളെയും കൊല്ലിച്ചിട്ട് അങ്ങ് പുതുച്ചേരിയിൽ വേറെ വിവാഹം കഴിച്ച് മക്കളൊക്കെയായി 19 വർഷങ്ങളായി സസുഖം വാഴുകയായിരുന്നു ദിവിൽ കുമാർ എന്ന പഴയ പട്ടാളക്കാരൻ. 2006 ഫെബ്രുവരിയിലാണ് കൊല്ലം അഞ്ചൽ ഏറത്ത് ഈ കൊലപാതകം നടക്കുന്നത്. കൊല്ലപ്പെട്ട രഞ്ജിനിയുടെ അയൽവാസിയായിരുന്നു ദിവിൽ കുമാർ. രഞ്ജിനിയുമായി അടുപ്പത്തിലായ ദിവിൽ കുമാർ ഈ പെൺകുട്ടിയെ നിരന്തര ലൈംഗിക ബന്ധത്തിനായി ഉപയോഗിച്ചു. പെൺകുട്ടി ഗർഭിണിയായപ്പോൾ ഇയാളുടെ സ്വഭാവം മാറി. പെൺകുട്ടി പ്രസവിച്ചതോടെ ഇവരെ എങ്ങനെ ഇല്ലാതാക്കാമെന്ന പദ്ധതിയാണ് ദിവിൽ കുമാറിൻ്റെ മനസ്സിൽ രൂപപ്പെട്ടത്. അങ്ങനെയാണ് തൻ്റെ സുഹൃത്തായ കണ്ണൂർ സ്വദേശി രാജേഷിനെ കൊലപാതകത്തിനായി നിയോഗിക്കുന്നത്. പെൺകുട്ടിയുടെ പ്രസവശേഷം തിരുവനന്തപുരം SIT ആശുപത്രിയിൽ കഴിഞ്ഞ രഞ്ജിനിയെയും കുഞ്ഞുങ്ങളെയും നോക്കാനെന്ന വ്യാജേന ദിവിൽ കുമാർ ചുമതലപ്പെടുത്തിയ രാജേഷ് എത്തുന്നു. ആശുപത്രിയിൽ നിന്നും അമ്മയെയും കുട്ടികളെയും ഡിസ്ചാർജ് ചെയ്ത് രാജേഷ് വീട്ടിൽ എത്തിച്ചു. മറ്റൊരു ദിവസം കൊലപാതകത്തിനു വേണ്ടി തെരഞ്ഞെടുത്ത രാജേഷ് കൊല്ലത്ത് നിന്ന് വാടകയ്ക്കെടുത്ത ബൈക്കിൽ രഞ്ജിനിയുടെ വീട്ടിലെത്തി. അവിടെയുണ്ടായിരുന്ന രഞ്ജിനിയുടെ അമ്മയെ തന്ത്രപൂർവ്വം പഞ്ചായത്ത് ഓഫീസിൽ പറഞ്ഞയച്ച ശേഷം 17 ദിവസം മാത്രം പ്രായമുള്ള പിഞ്ചു കുഞ്ഞുങ്ങളെയും ഈ പെൺകുട്ടിയെയും കഴുത്തറുത്ത് ക്രൂരമായി കൊലപ്പെടുത്തി അവിടെ നിന്നും മുങ്ങി. കൊലപാതകം പ്ലാൻ ചെയ്ത ശേഷം ദിവിൽ കുമാർ പത്താൻകോട്ട് സൈനിക ക്യാമ്പിലെത്തി ജോയിൻ ചെയ്തു. കുറ്റകൃത്യം നടക്കുമ്പോൾ സംഭവ സ്ഥലത്ത് താൻ ഉണ്ടായിരുന്നില്ല എന്ന് സ്ഥാപിക്കാനായിരുന്നു ഇയാളുടെ ലക്ഷ്യം. പോലീസിന്റെ അനാസ്ഥയാണ് അന്ന് പ്രതികൾ മുങ്ങാൻ പറ്റിയ സാഹചര്യം ഉണ്ടാക്കി നൽകിയത്. 19 വർഷങ്ങൾക്ക് ശേഷം 10,000 മാധ്യമ അക്കൗണ്ടുകൾ ചെക്ക് ചെയ്തതിലൂടെയാണ് ഇവർ കുരുങ്ങിയത്. സൈബർ കോമിംഗ് എന്ന അത്യാധുനിക സംവിധാനത്തിലൂടെയാണ് ഇവരെ പിടികൂടാൻ സാധിച്ചിരിക്കുന്നത്. സംഭവം നടക്കുമ്പോൾ ദിവിൽ കുമാറിന് 23 വയസ്സ്, രാജേഷിന് 28 വയസ്സ്. AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വർഷങ്ങൾ കഴിയുന്തോറും ഇവരുടെ മുഖത്തിനും ശരീരത്തിനും ഉണ്ടാകുന്ന മാറ്റങ്ങൾ CBI AI ക്യാമറയുടെ സഹായത്തോടെ നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. ഇത്തരം ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തായാൽ അപ്പോൾ തന്നെ ഇത് തിരിച്ചറിയപ്പെടും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പുതുച്ചേരിയിൽ ഒരു പ്രതിയുടെ ഭാര്യ തൻ്റെ കുടുംബ ഫോട്ടോ സമൂഹ മധ്യത്തിൽ പങ്കുവച്ചത്. ഇത് പ്രതിയെ പിടിക്കാൻ വഴിത്തിരിവായി മാറി. കൊല്ലപ്പെട്ട രഞ്ജിനി വനിതാ കമ്മീഷന് തൻ്റെ ഇരട്ട കുട്ടികളുടെ പിതാവ് അയൽവാസിയായ ദിവിൽ കുമാറാണെന്നും ഇയാളിൽ നിന്ന് നിയമപരമായി ആനുകൂല്യങ്ങൾ വേണമെന്നും ആവശ്യപ്പെട്ട് വനിതാ കമ്മീഷന് തന്നെ പരാതി നൽകിയിരുന്നു. വനിതാ കമ്മീഷൻ DNA ടെസ്റ്റിന് നിർദ്ദേശം നൽകി. ടെസ്റ്റ് നടത്തിയാൽ സത്യം പുറത്താകുമെന്ന് മനസ്സിലാക്കിയ സൈനികൻ നടത്തിയ കൊലപാതക പ്രതികളെയാണ് ഇപ്പോൾ CBI പിടികൂടിയിരിക്കുന്നത്.